ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിൽ അവന്യൂസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അവന്യൂസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഒരുപാട് പുതിയ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാലും essentially these investment opportunities are of three forms. They are non-financial or real investment. Second one, financial investment. Third one, non-securitized financial securities. Non-financial or real investment. Real assets are physical investment which would include real estate, gold and silver, etc. Real investment are traditional type of investments. അതായത് ഫിസിക്കൽ ആയിട്ട് ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഒരു ഫിസിക്കൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ അങ്ങനെ നടത്തുന്നതിനെയാണ് റിയൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ട്രഡീഷണൽ ഫോം ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ റിയൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് റിയൽ എസ്റ്റേറ്റ്, ബുള്ളിയൻ, ആർട്ട്, ഇവയിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റ് മീൻസ് ദീസ് കുഡ് ബി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലാൻഡ്, ഹൗസ് ഓർ പ്രോപ്പർട്ടി. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വരുന്നത് ബുള്ളിയൻ ആണ്. ബുള്ളിയൻ ഗോൾഡ് പ്രൈസ് നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ടു ഡേ ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയുള്ള ബാക്കി പ്രഷ്യസ് മെറ്റീരിയൽസ് എല്ലാത്തിൻ്റെയും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ gold and precious stone always has a guaranteed return. Third one, art. Art and antiques as investment have caught the fancy of many. Today investment in art is catching on and people are making lot of gains through it. Second one, financial investment. These investments are freely tradable and negotiable. These would include investment in equity shares, preference shares, convertible debentures, public sector bonds, saving certificate, gilt-edged securities, money market instruments, etc. എന്നിരുന്നാലും നമുക്ക് വൈഡായിട്ട് പറയുന്ന സമയത്ത് ഈ ഇൻവെസ്റ്റ്മെന്റ്സിനെ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ വരുന്നത് ഡെപ്റ്റ്, സെക്കൻഡ് വൺ ഇക്വിറ്റീസ്, തേർഡ് വൺ മ്യൂച്വൽ ഫണ്ട്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡെപ്റ്റ് ക്യാപിറ്റലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ആ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നുണ്ട്. ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് ചിലപ്പോൾ ഗവൺമെന്റ് ബോണ്ട്, ട്രഷറി ബിൽ, പബ്ലിക് സെക്ടർ കമ്പനീസ് ബോണ്ട്, കോർപ്പറേറ്റ് ബോണ്ട്, ഇവയിലേതിലെങ്കിലും ഒന്നിലാവാം. ഈ ഗവൺമെന്റ് ബോണ്ട് അതുപോലെ ട്രഷറി ബിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് ഫ്രീ ആണ്. അതൊരു ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും തരുന്നുണ്ട്. ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ റിസ്ക് ആണ്. ഒരു അഷ്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. നമ്മൾ എത്രത്തോളം ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്തോ അത്രത്തോളം ക്യാപിറ്റലിൽ കമ്പനീൻ്റെ ഓണർഷിപ്പ് നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ആ പ്രപ്പോർഷൻ്റെ ബേസിലുള്ള പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് എത്രയാണോ ഉള്ളത് അതിൻ്റെ പ്രപ്പോർഷനായിട്ട് മാത്രമേ ഉള്ളൂ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കിട്ടുള്ളൂ. സോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിറ്റി ഈസ് മോർ റിസ്ക് ദാൻ ഇൻവെസ്റ്റിംഗ് ഇൻ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ്. കാരണം ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഡെപ്റ്റ് ക്യാപിറ്റലിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി തേർഡ് വൺ ആണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്റർ
ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. A mutual fund pools money from investors and invest in different securities. Next, non-securitized financial securities. These investment instruments are not tradable, transferable or nor negotiable, and it include bank deposit, post office deposit, company fixed deposit, provident fund scheme, national savings scheme and life insurance. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പ്രോസസ്, അതായത് സ്റ്റെപ്സ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഫസ്റ്റ്, ഡിഫൈനിങ് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, അനലൈസിംഗ് സെക്യൂരിറ്റീസ്. തേർഡ് വൺ, കൺസ്ട്രക്ട് എ പോർട്ട്ഫോളിയോ. ഫോർത്ത് വൺ, ഇവാലുവേറ്റ് ദി പെർഫോമൻസ് ഓഫ് പോർട്ട്ഫോളിയോ. ഫിഫ്ത് വൺ, റിവ്യൂ ദി പോർട്ട്ഫോളിയോ. First step, defining investment objective. Investment objective may vary from person to person. It should be stated in the terms of both risk and return. In other words, the objective of investor is to make money, accepting the fact of risk that likely to happen. The typical objective of investor include current income, capital appreciation and safety of principal. Moreover, constraints arising due to liquidity, time horizon, tax and other special circumstances, if any, must also be considered the steps of investment process. Also identifies the potential financial assets that may be included in the portfolio based on investment objectives. വ്യക്തികൾക്കനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് മാറിക്കൊണ്ടിരിക്കും. ഒരു ഇൻവെസ്റ്ററിന്റെ ഒബ്ജക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ, അതായത് ഇൻവെസ്റ്റ്മെന്റിൽ റിസ്ക് ഉണ്ട് എന്നുള്ള ഫാക്ട് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആവുക എന്നുള്ളതാണ്. എന്നിട്ട് ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് അയാൾക്ക് ഒരു ഇൻകം ഏൺ ചെയ്യാൻ കഴിയണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോർമലി ഒരു ഇൻവെസ്റ്റർ എക്സെപ്റ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റിന് അപ്രീസിയേഷൻ ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് സേഫ് ആയിട്ടാവുകയും വേണം. നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടാൻ ഉണ്ടാവണം. നെക്സ്റ്റ്, സെക്കൻഡ് സ്റ്റെപ്പ്, അനലൈസിംഗ് സെക്യൂരിറ്റീസ്. The second steps of analyzing securities enable the investor to distinguish between under and overpriced stock. Return can be maximized by investing in stock which are currently underpriced but have potential to increase. It might be useful to remember the golden principle of investment, that is, buy low, sell high. There are two approaches used for analyzing securities. First one, technical analysis and second one, fundamental analysis. രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് സെക്യൂരിറ്റീസിനെ നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്ററിന് ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കും അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ കറന്റ്ലി അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ കറന്റ്ലി അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറപ്പ് വരുത്തണം ഈ സ്റ്റോക്ക് ഫ്യൂച്ചറിൽ ഇതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അണ്ടർ പ്രൈസ്ഡ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ റിട്ടേൺ അങ്ങനെയുള്ള സ്റ്റോക്കിനകത്തുനിന്ന് എൻഷർ ചെയ്യാൻ പറ്റും. ഒരു സെക്യൂരിറ്റി അനലൈസ് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി 2 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ടെക്നിക്കൽ അനാലിസിസും സെക്കൻഡ് വൺ ഫണ്ടമെന്റൽ അനാലിസിസും. ഈ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. Third step, construct a portfolio. Construction of portfolio can be divided into 3 subparts. How to allocate portfolio across different asset class such as equities, second one fixed income and real asset. Second step, asset selection decision. In this step, where the stocks make up equity component, bonds that make up fixed income component. Third step, final component execution, where the portfolio is actually put together, where investor have to trade off transaction cost against transaction speed.
അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യാനാണ്. ആ സ്റ്റെപ്പിനെ നമ്മൾ എഗെയിൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 3 സബ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യം പറയുന്നത് നമ്മൾ ഏതിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എത്രത്തോളം ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്രത്തോളം ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൽ, എത്രത്തോളം റിയൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം തീരുമാനിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആക്ച്വൽ ആയിട്ട് ഈ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് അസറ്റ്സിലാണ് നമ്മൾ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആ അസറ്റ് നമ്മൾ ചൂസ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ഫൈനൽ കോമ്പണന്റ് എക്സിക്യൂഷൻ. നെക്സ്റ്റ് ഇവാലുവേറ്റ് ദി പെർഫോമൻസ് ഓഫ് പോർട്ട്ഫോളിയോ. നമ്മൾ ഓൾറെഡി തേർഡ് സ്റ്റെപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അസറ്റിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അതായത് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടോ, റിസ്ക് എങ്ങനെയാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെയാണോ അസറ്റിന്റെ മൂവ്മെന്റ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാണ് ഫോർത്ത് സ്റ്റെപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് റിവ്യൂ ദി പോർട്ട്ഫോളിയോ. It involves periodic repetition of above steps. The investment objective of an investor may change over time and current portfolio may no longer be optimal for him. So investor may form a new portfolio by selling certain securities and purchasing others that are not held in the current portfolio. ഫിഫ്ത്ത് സ്റ്റെപ്പ് പറയുന്നത് റിവ്യൂ ഓഫ് പോർട്ട്ഫോളിയോ എന്നാണ്. റിവ്യൂ ഓഫ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റർ വീണ്ടും നമ്മൾ പറഞ്ഞിട്ടുള്ള 4 സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത്. അതായത് ഒരു ഇൻവെസ്റ്റർ ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത അസറ്റ് വേണമെങ്കിൽ സെല് ചെയ്യാം, അതല്ലെങ്കിൽ പുതിയ അസറ്റ് കൂടി അയാളുടെ എക്സിസ്റ്റിംഗ് പുതിയ ഇൻവെസ്റ്റ്മെന്റ് കൂടി അയാൾക്ക് നടത്താം. ഇങ്ങനെയുള്ള ചേഞ്ചസുകളെല്ലാം അയാൾക്ക് വരുത്താൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അയാൾ ഈ സ്റ്റെപ്പുകളൊക്കെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചെയ്യും. Next, need and benefits of investment. First one, income. The main benefit from an investment is income, which come from in the form of dividend on shares or interest on bonds, etc. Second one, capital appreciation. Investment not only gives regular income, but it also provides long-term price appreciation, lead to the growth in the capital and wealth for investors. Third one, highly regulated. Investment in the capital market is highly regulated through the statutory agency like SEBI. Next one, tax advantage. Tax on dividends and bond is very low when compared to alternative investment which attract higher taxes. Next, collateral. Securities represent stock of wealth and can be used as collateral to secure financing such as loans from lending institutions. Next, confidentiality. Investing in securities provide confidentiality in the management of wealth as financial securities are intangible in nature. Flexibility. Next, operating convenience. Next one, liquidity. Next, hedge against inflation. Last one, spreading of risk and maximization of returns. These are the main benefits of investments.